അല്ല, പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും. കാരണം രവിചേട്ടൻ എഴുതി വെച്ചിരിക്കുന്ന കുറേ സീൻസ് വായിച്ചാൽ നമുക്ക് തോന്നും ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം അവർ അതിനോട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ റിയൽ സ്റ്റോറി അല്ല, ഇന്ന ഒരാളുടെ ലൈഫിൽ നിന്ന് എടുത്തതല്ല. പക്ഷെ ഒരുപാട് ഇൻസിഡൻസ് തീർച്ചയായിട്ടും അതിലുണ്ട്, കുറച്ച് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട് അതിനകത്ത്. ഇതിൽ സാദിഖേട്ടനുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോ അനുഭവത്തിനോ പോലും അധികം ഇമ്പോർട്ടൻസ് ഇല്ല ഈ പടത്തിൽ. കുട്ടികൾക്കാണ് മെയിൻ. ഈ 2 കുട്ടികളാണ് അതിൻ്റെ ഈ ഒരു കഥയുടെ 2 പില്ലേഴ്സായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അനുഭവേട്ടനൊക്കെ അതിൽ ഓരോരോ ക്യാരക്ടേഴ്സാണ്. പിന്നെ അനുമോളുണ്ട്, അനുമോളൊരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാദിഖേട്ടനുണ്ട്, സാദിഖേട്ടൻ്റെ അച്ഛനായിട്ടാണ്. ഇവരൊക്കെ ഞങ്ങളെല്ലാവരും കുറച്ച് ദിവസത്തെ വർക്കേ ഉള്ളൂ. പിന്നെ സോഹൻ ചേട്ടനുണ്ട്. അങ്ങനെ ക്യാരക്ടേഴ്സുകൾ ഒരുപാടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാം റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 2 കുട്ടികളുടെ കഥയിലാണ്. പിന്നെ മകരൻ ദേശ്പാണ്ഡെ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഒരുപാട്. പക്ഷെ മെയിനായിട്ട് ഇവർ 2 പേരും തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളെ ഒരു ഇടയ്ക്ക് ശരിയാണ് പറഞ്ഞത്. കാരണം കുട്ടികളുടെ സിനിമകളൊന്നും അധികം നമ്മൾ കണ്ടില്ല. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വന്നൊരു പടം മങ്കിപ്പനാണ് പെട്ടെന്ന് കുറേ കുട്ടികളുമായിട്ട് നമുക്ക് ഒരുപാട് നമ്മളെ രസിപ്പിച്ച ചിന്തിപ്പിച്ചൊക്കെ ഒരു മൂവി. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനൊരു മൂവി പെട്ടെന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് പലർക്കും, നമുക്കെന്ന് വെച്ചപ്പോൾ എനിക്കൊന്നുമല്ല, മറ്റുള്ള ഇപ്പോൾ കുറേ എഴുത്തുകാർക്കൊക്കെ എന്തുകൊണ്ട് കുട്ടികളെ ബേസ് ചെയ്തിട്ടൊരു പടം ആലോചിച്ചുകൂടാ എന്ന് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ഹൊറർ മൂവി വന്ന് ഭയങ്കര വിജയമാകുമ്പോഴായിരിക്കും ഒരുപാട് പേർക്ക് ഹൊറർ ചെയ്യാമെന്നുള്ളൊരു സംഭവം വരിക. അപ്പോൾ അങ്ങനത്തെ വന്ന ഒരു തോട്ടായിരിക്കും ഇത് ഒരു പക്ഷേ. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും സൂപ്പർ സ്റ്റാർസിൻ്റെ പിറകെയാണ്, അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ താരങ്ങളുടെ പിറകെയാണ്. അപ്പോൾ ഒരു കൊച്ചു ചിത്രം, ഇങ്ങനത്തെ ഒരു മെസ്സേജുള്ളൊരു ചിത്രം എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നവരും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പടം വന്നു, ഇഷ്ടപ്പെടുന്നു, അത് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പോയി പറയുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരു പടം അങ്ങനെ ഉണ്ടായി വരുന്നു. അല്ലാതെ എനിക്കങ്ങനെ ഇനി കുട്ടികൾക്ക് വേണ്ടി പടങ്ങൾ ചെയ്യാമെന്നുള്ളത് ബോധപൂർവമായിരിക്കില്ല. ഒരു പക്ഷെ വരുന്ന ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ വന്ന് എല്ലാവർക്കും ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഇത് ചെയ്യാം എന്ന് വരുന്നതായിരിക്കും ചിലപ്പോൾ. അതെ, ഞാൻ ഇവരുടെ 2 പേരുടെ അമ്മ ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ കുട്ടികളുടെ കൂടെ തന്നെയാണ് എനിക്ക് കോമ്പിനേഷൻസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അവർ 2 പേരും എനിക്കിപ്പോൾ പണ്ടത്തെ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് അവർ സെറ്റിൽ എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ശാലിനിയൊക്കെ വളരെ പ്രൊഫഷണൽ ആയിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരും വളരെ പ്രൊഫഷണൽസാണ്. ഇവർക്ക് 2 പേർക്കും ആക്ട് ചെയ്ത് ഒരുപാട് പരിചയം. ഇപ്പോൾ സിദ്ധാർത്ഥ ആണെങ്കിലും ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്, മൂവീസ് ചെയ്തിട്ടുണ്ട്. സനൂപ് കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്. സനൂപിൻ്റെ ചേച്ചി സനുഷ മൂവിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും. ഇവർക്ക് അറിയാം എന്താണ് എങ്ങനെയാണ്. ഇവർ തന്നെ കണ്ടിന്യൂറ്റി, ഒരുപക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്ന് കണ്ടിന്യൂറ്റി തെറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരാണല്ല അങ്ങനെയായിരുന്നില്ല ഇങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ സെറ്റാണ്, അവർ സെൻസിബിളാണ് അവരുടെ കാര്യങ്ങളിൽ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. കാരണം ഭയങ്കര ഇന്നോസെൻ്റ് ആണ് 2 പേരും. പിന്നെ അവരുടേതായിട്ടുള്ള കുറേ തമാശകൾ, അവരുടേതായിട്ടുള്ള കുറേ മണ്ടത്തരങ്ങൾ, കുറേ കഥകൾ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മലയാളം മൂവീസ് ചെയ്യുന്നതിൽ ഒരു 90% മലയാളം മൂവീസ് ഞാൻ ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ലൊക്കേഷൻസ് ആയിരിക്കും. കാരണം എല്ലാവരെയും നമുക്കറിയാം, എല്ലാവരും ഈ സിനിമയ്ക്ക് അപ്പുറം ഒരു മെസ്സേജ് അയക്കുന്ന, ഒരു കോൾ ചെയ്യുന്ന ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ എടിയടാ എന്ന് വിളിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ മലയാളം മൂവി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പം ഞാൻ മറ്റിപ്പോൾ കന്നഡയൊക്കെ ചെയ്യുകയാണെങ്കിലും അവർ നമ്മളിങ്ങനെ ശരിക്കും ഒരു ഹീറോയിനാക്കി ഇങ്ങനെ ഇരുത്തുകയുള്ളൂ. അതായത് അവർക്ക് പേടിയായിരിക്കും നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കാനും ഒക്കെ. നമ്മൾ വരുന്നു, ഷോട്ടിന് പോകുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ അവിടുത്തെ ആ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റും. പക്ഷെ അതും ഒരു രീതിയിൽ നല്ലതാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹണീബി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ബിക്കോസ് ഒന്നാമത് ലാൽചാറിൻ്റെ ഫാമിലിയായിട്ട് ഞാൻ പണ്ട് തൊട്ടിട്ടേ ഉള്ള കണക്ഷനാണ്. ലാലേൻ്റെ മോളുണ്ട് മാളു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളായിട്ടും ജീനായിട്ടും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൊച്ചിയിൽ വരുമ്പോൾ വിളിക്കുക, പോവുക, നിൽക്കുക. പിന്നെ അവർ പിന്നെ കാണാൻ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ US ഒരു ട്രിപ്പ് പോയി. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പുണ്ട് ഞങ്ങൾ എല്ലാവരുടെ ഇടയിൽ. അപ്പോൾ അവിടെ ആ ടീമായിട്ട് അവരുടെ ഫാമിലിയായിട്ട് എനിക്ക് എല്ലാവരും അറിയാം. അപ്പോൾ നോക്കുമ്പോൾ ബാലു അങ്ങനെ എല്ലാവരും അവരുടെ ഫാമിലി മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം ഷൂട്ടില്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഞാൻ കൊച്ചിയിലായിട്ട് പോലും ഷൂട്ടിംഗ് ഇല്ലെങ്കിലും എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നാറില്ല. കാരണം ഞാൻ ഒന്നില്ലെങ്കിൽ എനിക്ക് ഷൂട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ലൊക്കേഷന് പോകാറേ ഇല്ല. എനിക്ക് ഷൂട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ലൊക്കേഷനിൽ പോവും. അപ്പം അത് ഒരു ഭയങ്കര റിലാക്സേഷനാണ് ശരിക്കും. നമ്മുടെ മൂവി എന്ന് തോന്നുന്ന ചുരുക്കം ചില മൂവികളിലൊന്നാണ് ഹണീബി. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു എന്താ പറയുക, നമ്മൾ ലൈഫ് ലോങ്
ആലോചിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് തരുന്നൊരു ലൊക്കേഷൻസാണ് ഹണി ബി ഒക്കെ. ഇതിപ്പോൾ നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പെട്ടെന്ന് നമ്മുടെ ഒരു പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഞങ്ങളിതിവിടെ ഡിസ്കസ് ചെയ്യലുണ്ടായി. കാരണം ആൾക്കാരുള്ള പൈസ മാറ്റി മറ്റുള്ള കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ മുടങ്ങി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഒരു പക്ഷേ ഒരു കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ പൈസ മാറ്റാൻ നമുക്ക് അറിയാം. ഇപ്പം എല്ലാവരും എല്ലാ ജോലിയും മാറ്റി പോയി ബാങ്കുകളിൽ ക്യൂ നിൽക്കുകയാണ്, അവർ കഷ്ടപ്പെടുകയാണ് പൈസ മാറ്റാനും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മൂവി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രയോറിറ്റി അതായിരിക്കില്ല. എങ്ങനെയെങ്കിലും പൈസ മാറിപ്പോയി പടം കാണണം നല്ല ആൾക്കാർ ആലോചിക്കുക. അവരുടേതായ മറ്റുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കുന്നത് നമുക്കും അറിയില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി കുറച്ച് നീട്ടി വെച്ചിട്ടാണ് അവസാനം 25th ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷേ അറിയില്ല, നോക്കാം. അതെ, വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. നമ്മൾ അധികം കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ 1-2 പ്രാവശ്യം ലൊക്കേഷനിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ രവിചേട്ടൻ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത്. രവിചേട്ടൻ്റെ അടുത്ത് ആൾ പറഞ്ഞ വാക്കുകൾ, എനിക്ക് നല്ല മൂവീസ് ചെയ്താൽ മതി രവി, ഞാനിങ്ങനെ താരങ്ങളുടെ പിറകെ പോയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റുകൾ ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല, എനിക്കൊരു നല്ല മൂവി ചെയ്യണമെന്നാണ് രവിചേട്ടൻ്റെ അടുത്ത് ആൾ പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വളരെ നല്ല, എല്ലാം കൊണ്ടും നല്ല, എന്താ പറയുക, നമുക്ക് ലൊക്കേഷൻസിലാണെങ്കിലും ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എല്ലാം നല്ല രീതിയിൽ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിനെ പോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റേതായിട്ടുള്ള നമ്മുടെ കൺട്രോളർ ഇപ്പോൾ ബാദുക്കയാണെങ്കിലും എല്ലാം കൊണ്ടും എല്ലാം നീറ്റായിട്ട് വെച്ച് ഒരു വലിയൊരു വെൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു വലിയ പടത്തിൻ്റെ സെറ്റപ്പും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആൾക്കും ഒരു നല്ല ഒരു സക്സസ് ആവട്ടെ ഈ മൂവി എന്ന് പ്രാർത്ഥിക്കാം.